ഹൃദയപൂർവ്വം സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് ടീസർ റിയാക്ഷനാണ്. ലാലേട്ടൻ, മാളവിക മോഹൻ, സംഗീത് പ്രതാപ്, സിദ്ദിഖ്, ലാലു അലക്സ്, അളിയൻസ് എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്, സിറ്റ്കോം. ഞാൻ കാണാറുള്ളത്, അത് ഭയങ്കര കോമഡിയാണ്. അതിനകത്ത് സൗമ്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല ആർട്ടിസ്റ്റാണ് അവരൊക്കെ. അപ്പോൾ ആകെ മൊത്തത്തിൽ ഞാനിതിൻ്റെ ആദ്യത്തെ ഇനിഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടപ്പോൾ ലാലേട്ടനും സംഗീത് പ്രതാപും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ആയിരിക്കും കൂടുതലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സിനിമ കണ്ടപ്പോൾ സിദ്ദിഖൊക്കെ ഉണ്ട്, ലാലു അലക്സ് ഉണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഓവറോൾ എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ സീൻസ് വരുന്ന, അല്ലെങ്കിൽ ത്രൂ ഔട്ട് എല്ലാവരും ഉള്ളൊരു പടമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു ടീസർ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നു. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് കോമഡി, ഇമോഷണൽ ഡ്രാമ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, ആസ് യൂഷ്വൽ സത്യനന്തിക്കാട് സിനിമ പോലെ. പക്ഷേ ഇതിനകത്ത് എനിക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഓർമ്മയിൽ പാച്ചുവും അത്ഭുത വിളക്കും, അഖിൽ സത്യനാണെന്ന് തോന്നുന്നു, പുള്ളിയാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളി ഇതിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അനൂപ് സത്യൻ്റെ സ്റ്റോറി. അപ്പോൾ ഒരു എന്താ പറയുക, സത്യനന്തിക്കാട് ഫാമിലി കൊളാബറേഷൻ ഇതിനകത്ത് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, ഒരു പുതിയ ഫിലിം മേക്കിംഗ്, ഇതൊക്കെ പാച്ചുവും അത്ഭുത വിളക്കും നല്ല മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. ഒരുപാട് പഴയ സ്റ്റൈലാവാതെ ചില അന്തിക്കാട് സിനിമകളിൽ ഈ ഭയങ്കര പ്രീച്ച് ആവാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ലെവലിലോട്ട് പോവില്ല എന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ ഈ 3 പേർക്കും കൂടെ കഴിയട്ടെ. പിന്നെ ടീസർ പ്രത്യേകിച്ച് കണ്ടപ്പോഴത്തേക്ക് ആദ്യത്തെ സീൻ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് പൊതുവെ നോർത്ത് ഇന്ത്യക്കാർക്ക് ആകെ അറിയാവുന്ന സ്റ്റാർ ഫാഫയാണ്. OTTയിൽ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് പ്രൊമോട്ട് ചെയ്ത് ഫാഫ അവിടെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് നല്ല സീനിയർ ആക്ടേഴ്സ് ഉണ്ടടേ. ലാലേട്ടൻ കാണിക്കുന്ന പോലെ നന്നായി വരും എന്ന് പറഞ്ഞ് പോകാനേ നമുക്കും പറ്റുള്ളൂ. നമ്മുടെ പഴയ പടങ്ങളൊക്കെ അവർക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴാണ് എല്ലായിടത്തും ഇതായത്. തീർച്ചയായിട്ടും ഫാഫയുടെ പേരിലും അറിയപ്പെട്ടിട്ട് നമുക്കതിൽ യാതൊരു ഇതുമില്ല. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടർ തന്നെയാണ്. പക്ഷേ ആ സീൻ എന്തോ ഭയങ്കര ഒരു ഒരു ഫീല് തന്നു. നമ്മുടെ സീനിയർ ആക്ടേഴ്സിനെ പറ്റിയും അറിയട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അതൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ അവിടെ കിടക്കട്ടെ. അതിനൊരു ഭംഗിയുണ്ട്. ടീസറിൽ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഹോസ്പിറ്റൽ സീനും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. MRI, CT സ്കാൻ, അതിൻ്റെയൊക്കെ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഒരു ഫിസിയോ പോലെയാണെന്ന് തോന്നുന്നു സംഗീത് പ്രതാപിൻ്റെ ക്യാരക്ടർ വരുന്നത്. പക്ഷേ അവരുടെ കോമ്പിനേഷൻ എന്തായാലും പൊളിക്കും. അതിൻ്റെ ഒരു ചെറിയ ഫീല് നമുക്ക് ഓൾറെഡി തുടരനിൽ കിട്ടിയിട്ടുണ്ട്. അവർ തമ്മിൽ വന്നു പോയ ആ കുറച്ചൊരു 10-15 മിനിറ്റുള്ള സീൻ തന്നെ അവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ മിന്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ത്രൂ ഔട്ട് കോമ്പിനേഷൻ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ പ്രതീക്ഷകൾ ഹൈ ആണ്. ഇത്തവണ ഓണം റിലീസാണ്. അപ്പോൾ ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ തന്നെ ലോക്ക് ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനോട് ഒത്തു പറയേണ്ട ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബാക്ക് ടു ബാക്ക് ഇന്നലെ ഒരു ആഡ് വന്നു. അതിന് ഇപ്പം ഇൻ്റർനെറ്റ് 2ആയി ഡിവൈഡായി ചർച്ചകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ആ സ്ത്രൈണഭാവം ഉള്ളതാണ്. പുള്ളിയുടെ ആ നാണം കുടുങ്ങിയുള്ള സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ അതിലെനിക്ക് ഒട്ടും നെഗറ്റീവായിട്ട് തോന്നിയില്ല, ഏച്ചുകെട്ടിലൊന്നും തോന്നിയില്ല. ഒരു നല്ല ആഡ്, അത്രയും മതി. എല്ലാത്തിനും നമുക്കൊരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണണം, അല്ലെങ്കിൽ എല്ലാം പൗരുഷത്തിൻ്റെ പ്രതീകമാവണമെന്നൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്രയും വലിയ ചർച്ചകളുടെയൊക്കെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു ആഡ്, അതൊരു നല്ല രീതിയിൽ വന്നിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റ് എല്ലാം പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഒരുപാട് ഓൺലൈൻ മീഡിയാസിൽ ഇതിൻ്റെ കഥ എന്നുള്ള രീതിയിൽ പ്രചരിച്ചതിൽ മോഹൻലാൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കൂടുതൽ ഹോസ്പിറ്റൽ സീൻസും അങ്ങനെയൊക്കെ വന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും ഇത് മൊത്തത്തിലൊരു ഫീൽ ഗുഡ് ഒരു വൈബ് തരുന്നുണ്ട് ഈ പടം. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എന്തായാലും ലോക്ക് ചെയ്ത് കാണേണ്ട ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഹൃദയപൂർവ്വം. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പോൾ സീ യു ഗൈസ്.